ഹലോ, വൈകുന്നേരത്തെ ചായേൻ്റെ കടിയാക്കുന്ന തിരക്കിലാന്ന് കേട്ടോ. പിന്നെ അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. പിന്നെ നല്ല മഴയും. അപ്പോൾ പിള്ളേർ പറഞ്ഞിട്ട് എന്തെങ്കിലും ചായേൻ്റെ കടിയാക്ക് എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതായാലും പഴവും ഉണ്ട്, മൈദയും ഉണ്ട്. പഴം പിന്നെ 2-3 പഴമുണ്ട്. അപ്പോൾ ഇപ്പം ഈ ചൂടായിട്ടൊന്നും അതിൻ്റെ തോല് കറുത്തു പോകുന്നു. പിന്നെ അധികം പഴുപ്പൊന്നും ആയില്ല, പക്ഷേ തോല് വേഗം കറുത്തു പോകുന്നു. അങ്ങനെ ഞാൻ വെച്ചെന്നാൽ പിന്നെ പഴംപൊരി ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ തിരക്ക്. എന്നാൽ ഒരിടപ്പത്ത് വേഗം ചായയും വെച്ച് ഒരിടപ്പത്ത് വേഗം ഇതുവാക്കിയാലേ പിന്നെ വേഗം ചൂടോടെ തിന്നാലോ. അപ്പോൾ പിള്ളേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേഗാക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇതാ എല്ലാം മാവെല്ലാം കലക്കി വെക്കട്ടെ, എന്നിട്ട് വേണം വേഗം ചൂടാൻ നോക്കാൻ. അപ്പോൾ പിള്ളേർക്ക് പിന്നെ എന്താ പറയുക, എപ്പം പീടികയിൽ തന്നെ വാങ്ങിക്കൊടുക്കുന്നതിലും ഭേദം ഇടയ്ക്ക് ഇതുപോലെ എണ്ണ പലഹാരം അധികം ഇതാക്കുന്ന മോശമാണ്. എന്നാലും ഇടയ്ക്ക് ഇതുപോലെ ചുട്ടു കൊടുത്താലേ നല്ല ഇതല്ലേ. പഴംപൊരിയും ഉള്ളിവടയോ അങ്ങനെയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ആക്കി കൊടുത്താലേ. അങ്ങനെ ഇതാ മാവെല്ലാം കുഴച്ച് വെച്ചു. അങ്ങനെ ഇതാ പഴം കണ്ട ഇതിൻ്റെ തോല് വേഗം കറുപ്പ് വരുന്നത്. നല്ലോണം പകുത്തിട്ടൊന്നുമില്ല, പക്ഷെ തോല് വേഗം കറുപ്പ് കളർ വരുന്നു. അങ്ങനെ വേഗം പിന്നെ ചീനിച്ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ചു. ഇനി വേഗം നമുക്കിത് മുറിച്ചിട്ട് ആക്കാൻ നോക്കാം. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ. ചീനച്ചട്ടി നന്നായി ചൂടായി വരട്ടെ. അങ്ങനെ പഴം ഞാനിതാ 2-3 നടുവേ കഷ്ണം കഴിച്ചിട്ട് ചെറുങ്ങനെ ആക്കിയില്ല. പിന്നെ വെലിങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ഇട്ടാലേ എല്ലാം മുങ്ങിക്കിടക്കൂല. അന്നേരം വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കണ്ടേ, അങ്ങനെ മുങ്ങിക്കിടക്കൂല. അതുകൊണ്ട് 2 കഷ്ണം ആക്കിയിട്ടാകുമ്പം വൃത്തിയാവുമല്ലോ. അങ്ങനെ ചായ ഇതാ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ചായ പൊടിയിലോട്ട് ചായ ഇപ്പം തിളക്കും. അങ്ങനെ ചീനിച്ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ വേഗം എന്നിട്ട് ചുട്ടെടുക്കട്ടെ. വേഗാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയണ്ടേ, ആയിക്കിട്ടണ്ടേ. നമുക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി, രാവിലെ ഇങ്ങനെ മഴ മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കും. പിന്നെ പെയ്യൽ കുറവാണ്. എന്നാലും 2-3 മഴ നല്ല മഴ കിട്ടി. രാവിലെ കാലാവസ്ഥയിൽ ഇങ്ങനെ ഒരു പിന്നെ ഭയങ്കര മൂടിക്കെട്ടി നിൽക്കലാണ്. അങ്ങനെ ഇതാ നമ്മളെ പഴംപൊരി ചുട്ടു തുടങ്ങി. അങ്ങനെ നമ്മളെ പഴംപൊരി ഇടുക റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പഴംപൊരി ഇടുക റെഡിയായി. ചൂടിലെ പഴംപൊരിയും ചൂടിലെ ചായയും. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.